ആകാൻ ഒറ്റപ്പെടണമെന്നില്ല. പിന്നെയോ എങ്ങനെയും ഒറ്റപ്പെടാം. ഒത്തിരി പേർക്കിടയിലും ചില നേരങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. കേൾക്കാനും താങ്ങി നിർത്താനും ആളുള്ളവർക്കല്ലേ പറയാനും കേൾക്കാനും ഒക്കെ സങ്കടങ്ങൾ ഉണ്ടാവും. അല്ലാത്തവർക്ക് എന്ത് സന്തോഷവും സങ്കടവും. സന്തോഷങ്ങൾ പങ്കുവെക്കാൻ, സങ്കടങ്ങൾ മടുപ്പില്ലാതെ കേൾക്കാൻ, ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ കലർപ്പില്ലാതെ ചേർത്ത് പിടിക്കാൻ കൂട്ടായി ഒരാളില്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നാം തികച്ചും അനാഥർ തന്നെയായിരിക്കും. കാരണം നമ്മുടെ ബാല്യവും യൗവനവും എല്ലാം കടന്നു പോകുമ്പോഴും ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ വന്നു ചേരാം. വേദനിപ്പിക്കുന്ന ഉത്തരങ്ങൾ തേടി പോകേണ്ടതുമില്ല. അവ സമ്മാനിച്ച മനുഷ്യരും വേദനകൾ സമ്മാനിക്കുന്നത്. വീണ കുഴികൾ വീണത് അവിടെ തന്നെയുണ്ട്. അവിടെ നിന്നും കയറിപ്പോരാൻ വീഴ്ത്തിയവരുടെ കൈ പിടിക്കാതിരിക്കുക. ഒറ്റക്കാകാൻ ഒറ്റപ്പെടണമെന്നില്ല. കാരണം ഒത്തിരി പേർക്കിടയിലൂടെയും ചില നേരങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാറില്ലേ? സത്യമാണ്, ഒറ്റപ്പെട്ടു പോകാറുണ്ട്. കാരണം എന്തെന്നാൽ ഈ ബാല്യവും യൗവനവും എല്ലാം കവർ ചെയ്താണ് ആ യൗവനാവസ്ഥയിൽ സ്വന്തം ആണെന്ന് കരുതി ചേർത്ത് നിർത്തി, ആ ചേർത്ത് നിർത്തിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പാടിൻ്റെ പല വഴികൾ തരണം ചെയ്ത്, ആ തരണം ചെയ്തു പോകുന്ന വഴികളിലൊക്കെ ചിന്തിക്കുന്നത് താൻ ചേർത്ത് നിർത്തുന്നവർ തന്നോടൊരു വാക്ക് ചോദിക്കാതെ തന്നോട് 100% വിശ്വാസം പുലർത്തിക്കൊണ്ട് എന്നും തന്നോടൊപ്പം ഉണ്ടാകും. തൻ്റെ വാക്കുകൾക്ക് വില നൽകിക്കൊണ്ടേ മുന്നോട്ട് പോകൂ എന്നുള്ളതാണ്. എന്നാൽ ആ യൗവനാവസ്ഥയിലെ തൻ്റേതെന്ന് കരുതിയതിനെ താൻ തളർത്തു പച്ചപ്പ് എല്ലാം ഉണ്ടാക്കി കൊടുത്ത് ആ പച്ചയായ വഴിയിലേക്ക്, അല്ലെ പച്ചപ്പിൻ്റേതായ ഹരിതം നിറഞ്ഞ ആ മണ്ണിലേക്ക് പറന്ന് വിടുമ്പോൾ ആ പറന്ന് വിടുന്ന വഴികളിൽ ചിന്തിക്കുന്ന ഒന്നുണ്ട്. തന്നെ കേൾക്കാനും തൻ്റെ വഴികളിൽ താൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നോടൊപ്പം എന്നും ഉണ്ടാവുമെന്ന്. പക്ഷേ തൻ്റെ സന്തോഷങ്ങൾക്ക്, തൻ്റെ ആഗ്രഹങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചുകൊണ്ട് തന്നോടൊരു അക്ഷരം പോലും ചോദിക്കാതെ താൻ വളർത്തി വലുതാക്കിയ ആ മൺതരികളിലെ ആ ഊഷരഭൂമിയിലെ എന്താ പറയുക പച്ചപ്പിനെയൊക്കെ ഇല്ലാതാക്കി കരിയിലയാക്കി മാറ്റിക്കൊണ്ട് പോകുന്ന ചില സന്ദർഭങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ അവിടെ നാം ഒറ്റപ്പെടുന്ന ഹൃദയവേദനയോടുകൂടി പറയുന്നത് കേൾക്കാനുണ്ടാവില്ല, ചെയ്യുന്നതെല്ലാമാണ് ശരി എന്ന് വിശ്വസിച്ച് പോകുന്ന യൗവനാവസ്ഥയിൽ നിൽക്കുന്ന മക്കൾ. ആ യൗവനാവസ്ഥയിൽ നിൽക്കുന്ന മക്കൾ വരുമ്പോൾ മാതാപിതാക്കൾ അങ്ങ് വാർദ്ധക്യത്തിൻ്റെ ചവിട്ടുപടിയിലെത്തിയിട്ടുണ്ടാകും. ആ ഒറ്റപ്പെടൽ അതനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. കാരണം പറയുന്നത് അങ്ങോട്ട് കേൾക്കുവാനോ തിരിച്ച് ഒരു വില നൽകുവാനോ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് കഴിയില്ല എന്ന് ചോദിച്ചാൽ അവർ ആഗ്രഹിച്ചത് നേടാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു മാതാപിതാക്കൾ. അവർ നേടിയെടുക്കണം, അവർക്ക് അവരുടെ ജീവിതം പടുത്തുയർത്തണം. അവരാഗ്രഹിച്ച മാതാപിതാക്കൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർക്ക് പ്രശ്നമല്ല. അവരാഗ്രഹിച്ച ആളിനോടൊപ്പം അവർക്ക് ജീവിതം ഉണ്ടാക്കണം. ചില ബന്ധങ്ങൾ വന്നു ചേരും. എങ്ങനെയാണെന്നറിയാമോ? അസ്ഥാനത്ത് ബന്ധമുണ്ടാക്കിയെടുക്കും. വകതിരിവില്ലാതെ ചില ആളുകളോട് ചിലർ കൂടി നിന്നിട്ട് ആരാണോ അവരെ കൂട്ടിയത് ആ കൂട്ടിയ ആൾക്കാരുടെ വില മനസ്സിലാക്കാതെ അവിടെ നിന്നുകൊണ്ട് തന്നെ കൂട്ടത്തിൽ നിന്നും കുതികാല് വെട്ടിത്തരം കാണിക്കുന്നവരില്ലേ, ആ കൂട്ടത്തിൽ നിന്ന് കുതികാല് വെട്ടിത്തരം കാണിച്ചുകൊണ്ട് ആ കൂട്ടിയ ആളെ ആരെയാണോ അയാളുടെ മുഖം പോലും മറന്നുകൊണ്ട് അവർ മറ്റു ചിലത് ആഗ്രഹിച്ചുകൊണ്ട് കൂടി ബന്ധമുണ്ടാക്കി ആ കൂടെ കൂട്ടിയ ആളിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ ബന്ധങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ചില അവസരങ്ങൾ വരുമ്പോൾ കൂടെ കൂട്ടിയ ആൾ ഒറ്റപ്പെടുന്ന നിമിഷങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകും. അവർക്ക് പിന്നെ അവരുടെ ജീവിതം തന്നോട് കാണിച്ചത് മരണതുല്യമായ അവസ്ഥയുമായിരിക്കും. ആ വേദനകൾ മനസ്സിലിട്ടുകൊണ്ട് തന്നെ കേൾക്കുവാനോ താൻ പറയുന്നതിനോ വാക്കുകൾക്ക് വില നൽകാതെ പോകുന്ന മക്കളുള്ള കാലമാണെന്ന്. അതുകൊണ്ട് വേദനകൾ എന്ന് പറയുന്നത് അത് സമ്മാനിക്കുന്നത് ഒരു അമ്മയുടെ ശരീരത്തിൻ്റെ ഭാഗമായി 9 മാസവും 10 ദിവസവും ഒരു കുഞ്ഞ് ആ ഒരു ശരീരത്തിനുള്ളിൽ കഴിയുന്ന ആ കാലയളവിൽ ആ അമ്മ അനുഭവിച്ചു പോരുന്ന ഓരോ വിഷമതകളുണ്ട്. ആ വിഷമതകൾ തിരിച്ചറിയണമെങ്കിൽ യൗവനാവസ്ഥയിൽ വരുന്ന പെൺമക്കളും ആ ഒരവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ അവർക്കത് എന്തായിരുന്നു, എന്തുകൊണ്ടാണ് തന്നെ അമ്മ ഇത്രയധികം വഴക്ക് പറഞ്ഞത്. അമ്മയുടെ വാക്കിനെ നിഷേധിക്കുമ്പോൾ അമ്മ എപ്പോഴും വഴക്ക് പറയും. ആ വഴക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കും.
പിന്നെ പങ്കുവെക്കലും മൊത്തം അമ്മ ശത്രുവാണ്. അമ്മയെ ശത്രുവായിട്ടേ കാണുള്ളൂ. പിന്നെ പങ്കുവെക്കൽ മുഴുവനും സൗഹൃദമാകുന്ന പുരുഷ സൗഹൃദത്തിൽ മാത്രമായിരിക്കും. പിന്നെ അവനെ കൂട്ടുകൂടി അവനോടൊപ്പം എങ്ങനെയെങ്കിലും അമ്മയിൽ നിന്നും അകന്നു പോകണമെന്ന ചിന്തയാണ്. അമ്മയെ എങ്ങനെ ഒഴിവാക്കാം, അമ്മയിൽ നിന്നും എങ്ങനെ മറ്റൊരു ജീവിതത്തിൻ്റെ വഴി തേടിപ്പോകാം, ഇങ്ങനെ ചിന്തിച്ച് അമ്മയെ ഒഴിവാക്കിക്കൊണ്ട് ജീവിത വഴിയും തേടി ആ പോകുന്ന പെൺകുട്ടികൾ ഒരു അമ്മയാകുന്ന അവസ്ഥയിലെത്തുമ്പോൾ മാത്രമാണ് അവർക്ക് അമ്മയുടെ വില എന്തായിരുന്നു, അമ്മ എന്തുകൊണ്ട് ഇത്രയും വഴക്ക് പറഞ്ഞു എന്ന് തിരിച്ചറിവുണ്ടാക്കി തരുന്നത്. ബന്ധങ്ങൾ അസ്ഥാനത്ത് കയറി പെൺകുട്ടികൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇന്ന് നടക്കുന്ന വഴികൾ അത് ഒരു നിമിഷം കൊണ്ട് ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ച വഴികളൊന്നുമായിരുന്നില്ല. ഒരു പുരുഷൻ കൂടെ കൂടിയപ്പോൾ ഉണ്ടായ വഴികളുമായിരുന്നില്ല. അത് മാതാപിതാക്കളുടെ അവർക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങൾ തൻ്റെ മക്കൾക്ക് കിട്ടണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടി പടുത്തുയർത്തുന്നതിന് വേണ്ടി യാതനയും വേദനയും കഷ്ടപ്പാടുകളും എല്ലാം മറന്നുകൊണ്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി ഓടിയ വഴികളിലൂടെ മാത്രം വന്നു ചേർന്നാണ്. അല്ലാതെ ഒരു പുരുഷനും ഒരു സ്ത്രീയെ ഏതെങ്കിലും തരത്തിലൊരു വശീകരണം നടത്തിക്കൊണ്ട് സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പുരുഷനും ആ വശീകരണത്തിലൂടെ സ്വന്തമാക്കിയ ആ ഒരു ഭാര്യയിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ടുണ്ടായതല്ല. മറിച്ച് ആ മാതാപിതാവിനെ മറന്നുകൊണ്ട് തൻ്റെ പുറകെ ഓടി വന്ന താൻ സ്വന്തമാക്കിയ ആ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ അവളുടെ വഴിയിൽ ആളാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ആ അമ്മയുടെ മനസ്സിലും കുറേ ആഗ്രഹങ്ങളും കുറേ സ്വപ്നങ്ങളും ഉണ്ടായിരുന്നില്ലേ? ആ അമ്മയും ആഗ്രഹിച്ചിരുന്നില്ലേ? തൻ്റെ മകൾ ഒരു ജോലിയായി ഒരു വഴിയിലെത്തിക്കഴിഞ്ഞാൽ താൻ ആഗ്രഹിക്കുന്നതിനൊപ്പം ഒരാൺകുഞ്ഞില്ലാത്ത ഒരമ്മയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആഗ്രഹിക്കും. താൻ ആഗ്രഹിക്കുന്നത് തൻ്റെ മകൾ ഒരാണായി നിന്നുകൊണ്ട് തനിക്ക് നേടിത്തരുമെന്ന്. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? സ്വന്തം വഴി വെട്ടിപ്പിടിച്ച് തൻ്റെ വഴിയിൽ ആളായി കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ജീവിക്കണം, തനിക്ക് കാശുണ്ടാക്കണം, തൻ്റെ പുരുഷനുമൊത്ത് തൻ്റെ കുടുംബം കൊണ്ടുപോകണം. അതിനൊപ്പം എന്തെങ്കിലും അങ്ങോട്ട് തന്നെ ഇത്രയും ആക്കിയതിൻ്റെ പ്രതിഫലം എന്ന രീതിയിൽ എന്തെങ്കിലും അങ്ങ് കൊടുത്തു തീരുന്ന ഒരു ബന്ധമാണോ ഒരു പെൺകുട്ടിക്കൊരു കുടുംബത്തിനോട്, ഒരു മാതാപിതാവിനോട് ഉള്ളത് എന്ന് ഓരോ പെൺകുട്ടിയും ചിന്തിക്കണം. കാരണം അമ്മയുടെ മനസ്സ് വിഷമിച്ചുകൊണ്ട് പെൺകുട്ടീനെ മകളെന്ന രീതിയിൽ ഒരുപാട് അമ്മയുടെ വാക്കിന് ധിക്കരിക്കുമ്പോൾ വഴക്ക് പറയാറുണ്ടാകും. അപ്പോൾ ആ വഴക്ക് പറയുമ്പോൾ ആ വഴക്ക് മൊത്തം ഷെയർ ചെയ്യാനായിട്ട് ഒരു കൂട്ടിനെ, അതും എങ്ങനെയാണെന്ന് ചിന്തിച്ചോളണം. ഇതൊക്കെയാണ് ഇന്ന് നടന്നു പോകുന്ന ഈ പുതുതലമുറയിലെ പെൺകുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് സന്തോഷങ്ങളും പങ്കുവെക്കാൻ, സങ്കടങ്ങൾ മടുപ്പില്ലാതെ കേൾക്കാൻ ഇന്നത്തെ ഒരു പ്രായത്തിൻ്റെ വഴിയിലേക്ക് എത്തുന്ന മാതാപിതാക്കളുടെ പക്കൽ മക്കളുണ്ടാകുമെന്ന കരുതൽ ഒരാൾക്കും വേണ്ട. അവരുടെ വഴിയിൽ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ അവർ ഫോൺ സ്വന്തമാക്കും, വാട്സപ്പ് ലോക്ക് ചെയ്ത് വെക്കുന്ന വാട്സപ്പ് എന്തിനാണ്? അങ്ങനെ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും, പെൺകുട്ടികൾ ആരെങ്കിലും നിങ്ങളുടെ വാട്സപ്പ് ഫോൺ അവർക്ക് വാങ്ങിച്ചു കൊടുത്ത് വാട്സപ്പ് ലോക്ക് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സൂക്ഷിക്കുക. അവർ ഒരു പ്രണയത്തിൻ്റെ വഴിയിൽ കടന്നിരിക്കുന്നു എന്നതാണ് അതിൻ്റെ സൂചന. അതുകൊണ്ട് പ്രണയത്തിൻ്റെ വഴിയിൽ കടക്കുന്ന 18 വയസ്സിനും ഇടയിൽ നിൽക്കുന്ന പെൺകുട്ടികളെ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ ഓരോ വഴിയിലേക്കും ഈ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ ഒരു വഴിയിലെത്തിയാൽ തന്നോടൊരു വാക്ക് ചോദിക്കാതെ, തൻ്റെ സമ്മതമില്ലാതെ അവരവരുടേതായ വഴിയിലേക്ക് പോകില്ല എന്ന്. മറിച്ച് ആയിരിക്കില്ല. അവരാളാകുവാനും ഒരു വഴിയിലെത്തുവാനും വേണ്ടി മാത്രം ഉപകരണങ്ങളാക്കും മാതാപിതാക്കളെ. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വഴിയിലേക്ക് പോയാൽ പിന്നെ അമ്മയുടെ അടുത്ത് വന്ന് ഒരു നിമിഷം നിൽക്കണമെന്നോ, അമ്മയുടെ അരികിൽ വന്ന് 2 ദിവസം നിൽക്കണം, അല്ലെങ്കിൽ അമ്മയെ സന്തോഷിപ്പിക്കണം, അച്ഛനെ സന്തോഷിപ്പിക്കണം, അമ്മയും അച്ഛനുമൊത്ത് ഒരു യാത്ര പോകണം, അവരുമൊത്ത് ഒരുമിച്ച് കുറേ നിമിഷങ്ങൾ പങ്കുവെക്കണം എന്ന് ചിന്തിക്കുന്ന മക്കൾ ഇന്ന് വളരെ വളരെ കുറവാണ് എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇന്നത്തെ മാതാപിതാക്കൾ കുട്ടികളെ പരുവപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ അവരോട് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, എന്തെന്നാൽ
തങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നിങ്ങൾ ഇന്ന് ആസ്വദിക്കുന്ന നിങ്ങളുടെ പദവിയും. നിങ്ങൾ എന്ത് സ്വന്തമാക്കിയാലും അതെല്ലാം അച്ഛനും അമ്മയുടെയും കഷ്ടപ്പാടാണ്. അല്ലാതെ 20 വയസ്സും 28 വയസ്സും ഒക്കെ ആകുമ്പോഴേക്കും ഒരുത്തൻ കൂടെ കൂടുമ്പോൾ അവനായിട്ട് കൊണ്ടുവന്ന് കയ്യിൽ കൊടുക്കുന്നതല്ല ആ പെൺമക്കൾക്ക് കിട്ടുന്ന അവരുടെ സന്തോഷവും അവർക്ക് കിട്ടുന്ന എന്ത് ജോലി സംബന്ധമായിട്ട് കിട്ടുന്ന സ്റ്റാറ്റസും ഇതെല്ലാം സ്വന്തം മാതാപിതാക്കളിൽ നിന്നും വന്നു ചേർന്നത് മാത്രമാണെന്ന തിരിച്ചറിവ് ഓരോ പെൺകുട്ടിക്കും ഉണ്ടാകണം. അച്ഛനും അമ്മയെയും ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ വാക്കിന് വില കൽപ്പിക്കാതെയുള്ള ഒരു ബന്ധത്തിലേക്കും പെൺകുട്ടികൾ കടന്നു ചെല്ലാതിരിക്കുക. അങ്ങനെ വില കൽപ്പിക്കാത്തടുത്ത് അവരെ അവഗണിച്ചെടുത്ത് പിന്നീടുള്ള ജീവിത വഴിത്താരയിൽ ഒരിടത്ത് പോലും ആ ഒരു മാതാവ് ആണെങ്കിൽ, ആത്മാഭിമാനമുള്ള മാതാവാണെങ്കിൽ തിരിഞ്ഞു നോക്കുക പോലുമില്ല എന്ന സത്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കുകയാണ്. Thank you so much. Thank you all. Thank you so much.